ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഏറെ വർഷങ്ങൾക്ക് മുൻപ് യുവാവായ ഒരു ഡോക്ടർ ദൈവവിളിക്ക് വിധേയനായി ഒരു മെഡിക്കൽ മിഷണറിയായി ചൈനയിലേക്ക് പോയി. അവിടെ ഒരു ഗ്രാമം കേന്ദ്രമാക്കി വിശിഷ്ടമായ സേവനം സ്ഥലവാസികൾക്ക് നൽകി. ഡോക്ടറുടെ സേവനം സന്തുഷ്ടിയോടെ ജനങ്ങൾ കൈക്കൊള്ളുകയും കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. അധികം താമസിയാതെ അപ്രതീക്ഷിതമായ ഒരു പകർച്ചവ്യാധി അവിടെ പടർന്നു പിടിച്ചു. പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുവാനോ രോഗികളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അനേകർ മൃത്യുവിനിരയായി. തൻ്റെ പക്കലുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഈ പുതിയ രോഗത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നില്ല. എന്തു പ്രതികൂലത്തെയും അഭിമുഖീകരിക്കാനുള്ള തീരുമാനത്തോടെ ഓരോ രോഗികളെയും പരിശോധിച്ച് രോഗത്തെപ്പറ്റിയുള്ള കുറിപ്പുകൾ തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തി. കുറേ രോഗാണുക്കളെ ട്യൂബുകളിലാക്കി സ്വദേശമായ അമേരിക്കയിലേക്ക് വേഗേന കപ്പലിൽ യാത്ര പുറപ്പെട്ടു. ചൈനയിൽ വലിയ ആശുപത്രികളോ ഗവേഷണശാലകളോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ന്യൂയോർക്ക് തുറമുഖത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന രോഗാണുക്കളെ തൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം രോഗിയായി. ഒട്ടും താമസം വരുത്താതെ പ്രസിദ്ധമായ ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ പരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മൃഗത്തെപ്പോലെ ഡോക്ടർമാർക്കും പ്രൊഫസർമാർക്കും അദ്ദേഹം വിധേയനായി. അവർ രോഗത്തെപ്പറ്റി അഗാധമായ പരീക്ഷണം നടത്തി. അധികം താമസിയാതെ രോഗത്തിനുള്ള ചികിത്സാവിധിയും കൈക്കൊള്ളേണ്ട പ്രതിരോധ നടപടികളും കണ്ടുപിടിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയാൽ നമ്മുടെ ഡോക്ടർ മൃത്യുവിനിരയായില്ല. അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ തനിക്ക് പകരം ആളെ അയക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടി വന്നില്ല. അദ്ദേഹം സുഖം പ്രാപിച്ച ഉടനെ തൻ്റെ മിഷൻ പ്രവർത്തന രംഗത്തെത്തി രോഗാതുരരായിരുന്ന അനേകരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ നിന്നും ഇന്നത്തെ പ്രഭാത ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആഹ്വാനം അശരണർക്ക് സഹായവും ആലംബഹീനർക്ക് ആശ്വാസവും നൽകുക എന്നുള്ളതാണ്. ക്രിസ്മസിനെ വരവേൽക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം മറ്റുള്ളവരെ സഹായിക്കുവാനും എളിയവരെ ആദരിക്കുവാനും അവർക്കാവശ്യമായ ശുശ്രൂഷകൾ നൽകുവാനും ഇന്നത്തെ വചന കേൾവിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ നൽകി തന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പുനഃപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രഭാതം ദാനമായി തന്നോർത്ത് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ വിശ്രമം ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവേ. ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ അങ്ങ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, മറിച്ച് ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി അങ്ങയുടെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ക്രിസ്മസിനെ വരവേൽക്കുവാനായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും കർത്താവേ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനും മറ്റുള്ളവർക്ക് ശരണമാകുവാനും ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.